ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടും ഒരു കാബേജ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഇത് തേങ്ങാപ്പാലൊക്കെ വീത്തി മസാലയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന മെഴുക്കുവരട്ടിയാണ്. കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. സാധാരണ പച്ചമുളകൊക്കെ ചതച്ച് ഉള്ളിയൊക്കെ ചതച്ച് എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും മക്കൾക്ക് ഇഷ്ടമാവത്തില്ല. ഇങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇനി വീഡിയോയിലേക്ക് പോകാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കറി ലീഫ് ഇടാം. കറി ലീഫ് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഞാൻ ഇത്രയും കൊച്ചുള്ളിയും ഒരു കഷ്ണം വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ചതച്ചെടുത്തിട്ട് വരണം. ഞാൻ ചതച്ച വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ആ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ഉള്ളിയും കൊച്ചുള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പും ഇട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഞാനിവിടെ ക്രഷ് ചെയ്ത മുളകാണ് ഇടുന്നത്. കാന്താരി മുളകും ഞാൻ തന്നെ ഉണക്കി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. 3/4 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയും ആഡ് ചെയ്ത് നല്ലതുപോലെ ഈ പൊടികളെല്ലാം മൂത്ത് വരുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടികളെല്ലാം നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കാബേജ് മെഴുക്കുവരട്ടിക്ക് അരിയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അത് തോരന് കൊത്തി അരിയുന്നത് പോലെ അരിയരുത്. കാബേജ് അങ്ങനെ വെച്ച് തന്നെ നീളത്തിന് ചെറുതായി അരിഞ്ഞെടുക്കുക. അങ്ങനെ അരിഞ്ഞെടുത്ത കാബേജ് എല്ലാം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു മീഡിയം സൈസ് കാബേജിൻ്റെ 1/4 പങ്കാണ് ഇതിലെടുത്തിട്ടുള്ളത്. ആ കാബേജും ഇതിലേക്ക് ഇട്ട് ആ മസാലകളെല്ലാം കൂടെ നന്നായി യോജിച്ച് വരുന്ന രീതിയിൽ നല്ലതുപോലെ വഴറ്റുന്നുണ്ട്. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് തരിക. എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ബെല്ലൈക്കണോട് ഒന്ന് പ്രസ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ കാണിക്കുന്നത് പോലെ ഒരു പിടി തേങ്ങ എടുക്കുക. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് നമുക്ക് കാബേജിലേക്ക് ഒഴിക്കാം. പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. തേങ്ങാപ്പാലിൽ കിടന്ന് തന്നെ ഈ കാബേജ് നല്ലതുപോലെ വെന്ത് വരണം. തേങ്ങാപ്പാൽ ഒഴിച്ച സമയത്ത് തന്നെ ഗ്യാസ് ഒന്ന് സിമ്മിലോട്ട് മാറ്റുക. സിമ്മിൽ കിടന്ന് തന്നെ വേവണം. തേങ്ങാപ്പാൽ കാബേജിൽ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റുക. വഴറ്റിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ ഇവിടെ അടച്ചു വയ്ക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ തേങ്ങാപ്പാലൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. കാബേജ് നന്നായി ഒന്നും വെന്തിട്ടില്ല. ഞാൻ വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇവിടെ അടച്ചു വയ്ക്കുകയാണ്. അടച്ചു വെച്ച് കുറേ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കാബേജ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കാബേജ് മസാല മെഴുക്കുവരട്ടി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ കാബേജ് മെഴുക്കുവരട്ടിയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക്